കൊണ്ടിരിക്കുന്ന ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, അദ്ദേഹം റിമാൻഡിൽ വിവരങ്ങൾ. ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിനിടയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കും. നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിലാണ് ഈ കേസിന്റെ മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഈ കേസിന്റെ മേൽനോട്ട ചുമതല നിർവഹിക്കും. കാരണം ഈ ഫോറസ്റ്റ് ഓഫീസ് തകർക്കലിന് പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ ഗൂഢാലോചനയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇന്റലിജൻസ് വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിന് പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പോലീസ് വലിയ കരുതലോടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാരണം ഈ കോൺസ്പിറസിയിലേക്ക് പോയാൽ ചിലപ്പോൾ സമാനമായ ഈ അൻവറിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ചില ആഹ്വാനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും ചില അക്രമങ്ങൾ നടന്നേക്കാമെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പൊടുന്നനെ തന്നെ നിയമ വിദഗ്ധരുമായുള്ള ആലോചനകൾക്ക് ശേഷം ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. മാത്രവുമല്ല, ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ പോലീസ് വളരെ കൃത്യമായി രേഖകൾ സഹിതം ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു, ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മജിസ്ട്രേറ്റ് നേരെ ജയിലിലേക്ക് അയക്കാനുള്ള ഉത്തരവുണ്ടായത്. അല്ലെങ്കിൽ സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ജാമ്യം കിട്ടാവുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ ജാമ്യം കിട്ടാതെ പോയത് തന്നെ പോലീസ് കൃത്യമായി ഈ കേസിൽ ഒരു ഹോംവർക്ക് നടത്തിയിരുന്നു. പോലീസിന്റെ കയ്യിൽ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം മലപ്പുറം SP അതിന്റെ മേൽനോട്ട ചുമതല തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിനായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവർ MLA റിമാൻഡിൽ. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ MLA ഇപ്പോൾ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. നാളെ കോടതിയെ സമീപിക്കും ജാമ്യാപേക്ഷയുമായി എന്ന് PV അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പോലീസ് ഇപ്പോൾ അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് പോലീസ് ഇപ്പോൾ. വിപിൻ C വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വിപിൻ, അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? PV അൻവർ MLA 14 ദിവസത്തേക്ക് ഇപ്പോൾ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലാണ് PV അൻവർ MLAക്ക് എതിരായ നടപടി. വൈദ്യപരിശോധന പൂർത്തിയാക്കി അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയത്. ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകില്ല എന്ന് PV അൻവർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. പോലീസ് ചുമത്തിയ വകുപ്പുകൾ അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് നേരെ കോടതിയെ സമീപിക്കുകയുള്ളൂ. നാളെ കോടതിയെ സമീപിക്കുമെന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. വിപിൻ C വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ വിപിൻ, അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയോ? ഉന്മേഷ്, ഇതുവരെയും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. അതിൽ കൂടുതൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പോൾ PV അൻവർ MLA റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമുള്ളത്. ആ കേസിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അതിൽ റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമുള്ളത്. നാളെ തന്നെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് അൻവർ MLA പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ ഗൂഢാലോചനയുടെ പരമാണ് തനിക്കെതിരെയുള്ള ഈ കേസുള്ളത്. ഒരു ദാവൂദ് ഇബ്രാഹിമിനെ കൊണ്ടുപോകുന്നത് പോലെയാണ് വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇതെല്ലാം തന്നെ 3.5 കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ധാരണ വേണം. അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണാമെന്നുള്ള ഒരു വെല്ലുവിളി കൂടി ഇപ്പോഴത്തെ സർക്കാരിനെതിരെ നടത്തുന്നുണ്ട് PV അൻവർ. അതിനുശേഷമാണ് അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ മുൻപാകെ ഹാജരായിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുമ്പോൾ പോലീസ് ആ രീതിക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കാരണം പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു പോലീസുകാരനെ ചവിട്ടി കൃത്യനിർവഹണത്തിന് കൃത്യമായിട്ടുള്ള തടസ്സം വരുത്തി എന്നുള്ളത് കൂടി ആണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ DFO ഓഫീസ് കയറി അതിൽ ആക്രമിച്ചു എന്നുള്ള കേസിൽ ഒരു സംസ്ഥാനത്തെ ഒരു MLA അറസ്റ്റിലായിരിക്കുന്നു. പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കേസിൽ സംസ്ഥാനത്ത് ഒരു MLA അറസ്റ്റിലായിരിക്കുന്നു. വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ കോടതിയിൽ ഹാജരാക്കി. ഉന്മേഷ്.